ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ ഒരു സാധനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏതൊരു പരീക്ഷ എടുത്താലും, ഇപ്പം നിങ്ങൾ PSCയോ SSCയോ UPSCയോ ഏത് പരീക്ഷ എടുത്താലും ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു സാധനത്തിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും. വേറെ ഒന്നും അല്ലടേ, നമ്മുടെ സ്വന്തം തലച്ചോറ്. ഈ സാധനം കൊണ്ടാണല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത ഉടായ്പും കുശുമ്പും കുന്നായ്മയും കാര്യങ്ങളും എല്ലാം ചിന്തിച്ച് കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ടാണ് ഈ സകല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ, ശരിയല്ലേ? അതെ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ലാത്ത, നമ്മളിതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ തലച്ചോറ് ഇങ്ങനത്തവനായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ധാരാളം കാര്യങ്ങൾ ഇതിനകത്തിലുണ്ട്. സോ വീഡിയോ അവസാനം വരെയും കാണുക. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങൾ PSCയോ SSCയോ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചാലും തലച്ചോറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തലച്ചോറ്, ഈ തലച്ചോറിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനത്തിന് എത്ര ഭാരമുണ്ട്, നമ്മുടെ തലച്ചോറ് എത്ര ഉണ്ട്, എത്ര കിലോ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ 1336 ഗ്രാമാണ് തലച്ചോറിൻ്റെ ഭാരം. ആരോഗ്യമുള്ള സ്ത്രീ ആണെങ്കിൽ 1198 ഗ്രാമുമാണ് തലച്ചോറിൻ്റെ ഭാരം. ഇതിനെ റൗണ്ട് ചെയ്ത് ചിലപ്പോൾ PSC 1400 ഗ്രാം പുരുഷനെന്നും 1260 ഗ്രാം സ്ത്രീക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വാല്യൂ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ. അപ്പോൾ ഇതാണ് തലച്ചോറിൻ്റെ ഭാരം. അപ്പോൾ തലച്ചോറിൻ്റെ ഭാരം നമുക്ക് മനസ്സിലായി. വളരെ മനോഹരമായ ഒരു തലച്ചോറിൻ്റെ ചിത്രവും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇന്റേണൽ ഓർഗൻ, അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവമാണ് തലച്ചോറ്. രണ്ടാമത്തെ ആന്തരിക അവയവമാണ് തലച്ചോറ്. അപ്പോൾ ഒന്നാമത്തെ ഏതാ? രണ്ടാമത്തെ തലച്ചോറാണെങ്കിൽ ഒന്നാമത്തെ എന്തുവാ? 1.5 കിലോ ഭാരമുള്ള നമ്മുടെ കരൾ, ലിവറാണ് ഏറ്റവും വലിയ ബിഗസ്റ്റ് ഇന്റേണൽ ഓർഗനും ബിഗസ്റ്റ് ഇന്റേണൽ ഗ്ലാൻഡും എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഗ്രന്ഥിയും ഏറ്റവും വലിയ ആന്തരിക അവയവവും എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് നമ്മുടെ തലച്ചോറാണ്. ഇനി തലച്ചോറിന് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനാണ് നമ്മൾ തലയോട്ടി അല്ലെങ്കിൽ സ്കൾ എന്ന് പറയുക. ഈ സ്കളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതിൻ്റെ ടോപ്പ് പോർഷൻ, അതിനെ നമ്മൾ ക്രാനിയം എന്ന് വിളിക്കും. ഈ ക്രാനിയത്തിൽ 8 അസ്ഥികളുണ്ട്. തലയോട്ടിയിലാകെ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ ക്രാനിയത്തിൽ 8. പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഈ പോർഷൻ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, നമ്മുടെ മേൽത്താടിയല്ല്, കീഴ്ത്താടിയല്ല്, മാക്സിമ, നമ്മുടെ അപ്പർ ജോ, ലോവർ ജോ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഫേഷ്യൽ ബോൺസ്, അത് 14 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ കഴുത്തിൽ ഒരു 7 അസ്ഥിയുണ്ട്. അപ്പോൾ ക്രാനിയം 8, ഫേഷ്യൽ 14, നെക്ക് 7. അപ്പോൾ 14, 7, 21, 29 അസ്ഥികൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ തലയോട്ടിയിൽ തന്നെ ഉണ്ട്. എത്ര എണ്ണം? 29. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതാണ് മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് തലയോട്ടിയാണെന്ന് പറഞ്ഞു. ഈ തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്ക് ഒരു ജെല്ല് പോലെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തിലാണ് നമ്മുടെ ഈ ജെല്ലിൻ കൊണ്ടുള്ള ആവരണത്തിലാണ് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കുള്ള ഒരു കവറിങ് ആണ്, അല്ലെങ്കിൽ ഒരു ജെൽ പോർഷനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെനിഞ്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മെനിഞ്ചസ് തലച്ചോറിനെയും അതേപോലെ സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ എന്താണ് മെനിഞ്ചസ്? മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ ഈ മെനിഞ്ചസിന് 3 പാളികളുണ്ട്. മെനിഞ്ചസിന് 3 അറകളുണ്ട്. മൂന്ന് പാളികളായിട്ടാണ് മെനിഞ്ചസ് കാണപ്പെടുക. അതിനെ ഡ്യൂറാ മാറ്റർ, അതേപോലെ അക്കോയിഡ് മാറ്റർ, പിയാ മാറ്റർ എന്നൊക്കെ പറയും. ഇനി ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു പാളിക്കകത്തിൽ ഒരു ദ്രാവകമുണ്ട്. ജെല്ല് പോലുള്ള ഒരു പോർഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിനെ വിളിക്കുന്ന പേരാണ് CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്.
അപ്പോൾ മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതിനകത്തിൽ അണുബാധ ഉണ്ടാകാറുണ്ട്. ആ അണുബാധ ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണ്, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം മെനിഞ്ചസിൽ ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്നൊരു അസുഖമായിട്ട് പിന്നീട് അത് മാറും. അപ്പം മെനിഞ്ചസിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ. തലച്ചോറിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തലച്ചോറിനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് സെറിബ്രം, രണ്ടാമത്തേത് സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ട് തലച്ചോറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം ഏതാന്ന് നോക്കാം. ആദ്യത്തേതാണ് സെറിബ്രം. സെറിബ്രം ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യമൊന്നും നടക്കത്തില്ല. സെറിബ്രം 4 അറകളായിട്ടാണ് കാണപ്പെടുക. 4 കമ്പാർട്ട്മെന്റുകളായിട്ടാണ് സെറിബ്രം കാണുക. സെറിബ്രത്തിന് അറിയപ്പെടുന്നത് ബിഗസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. 4 അറകളായി കാണപ്പെടുന്നു, 2 അർദ്ധഗോളങ്ങളിലായിട്ട്. ഈ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ കോർപ്പസ് കലോസം എന്ന് പറയുന്നു. 2 അർദ്ധഗോളങ്ങളായിട്ടാണ് സെറിബ്രം കാണപ്പെടുക. ആ 2 അർദ്ധഗോളങ്ങൾ കൂടി 4 അറകളുണ്ട്. ഈ 2 അർദ്ധഗോളങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ കോർപ്പസ് കലോസം എന്ന് പറയുന്നു. നമ്മുടെ വോളണ്ടറി ആക്ഷൻസ്, എനിക്ക് ഒരുത്തനെ അടിക്കണം, ഓടിച്ചിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരുത്തനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഓടണം, ചാടണം, വെള്ളം എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സകല പരിപാടികളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രം ആണ്. ഐസ്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ കൈ പൊക്കണം, കൈ താക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ പരിപാടികളും. ഇതേ ഒരു ഓട്ടോ പോയി, എൻ്റെ സൗണ്ട് നിങ്ങൾ വ്യക്തമായി കേട്ട് കാണുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള സൗണ്ട് ഇടയ്ക്ക് കയറി വരും. പക്ഷേ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേ? കോർപ്പസ് കലോസത്തിന്റെ കാര്യം, അതുപോലെ വോളണ്ടറി ആക്ഷന്റെ കാര്യം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. സെന്റർ ഓഫ് മെമ്മറി, 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനെ എനിക്ക് ഇന്നും ഞാൻ ഓർത്തിരിക്കുന്നു, എൻ്റെ സെറിബ്രം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓർമ്മയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇമാജിനേഷൻ, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ആലോചിച്ചു കൂട്ടാം, അല്ലെ? അതാ ഞാൻ പറഞ്ഞ എല്ലാ ഉടായ്പിന്റെയും കാരണം ഈ സാധനം ഉള്ളതുകൊണ്ടാണ്, അല്ലെ? നമ്മളിങ്ങനെ ആലോചിച്ചു എന്തെല്ലാം നമുക്ക് ആലോചിച്ചു കൂട്ടാം, അല്ലെ? നാളെ അവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ ഭാവനയുടെ കേന്ദ്രം. ക്രിയേറ്റിവിറ്റി, നിങ്ങൾ നല്ലൊരു ഗായകനാണ്, ഗായികയാണ്, നല്ലൊരു ചിത്രകാരനാണ്, ചിത്രകാരിയാണ്, അതാണ് ഇതാണ്, ഇതിന്റെ എല്ലാം കാരണം നിങ്ങളുടെ സെറിബ്രമാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ സർഗാത്മകതയുടെ കേന്ദ്രം. വിഷൻ, നിങ്ങളുടെ കാഴ്ച പോസിബിൾ ആക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കാണാൻ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സെറിബ്രം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കാഴ്ചയെ സഹായിക്കുന്നു. അതേപോലെ കേൾക്കാൻ സാധിക്കുന്നു, എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറിബ്രം ഉള്ളത് കൊണ്ടാണ്. ടേസ്റ്റ്, അല്ലേ? നിങ്ങൾക്കൊരു കേക്ക് കഴിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പായസം കുടിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം, ഉപ്പ്, പുളിപ്പ്, നിങ്ങളുടെ ടേസ്റ്റ് ഒക്കെ പോസിബിൾ ആക്കുന്നത്, അത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് സെറിബ്രം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് സെറിബ്രത്തിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ ഭാഗമാണ് തലച്ചോറിന്റെ, 4 അറകളായി കാണപ്പെടുന്നു. ഈ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ അർദ്ധഗോളങ്ങളായിട്ടാണ് കാണപ്പെടുക. ഈ അർദ്ധഗോളങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ കോർപ്പസ് കലോസം എന്ന് പറയുന്നു. ഓർമ്മയുടെ കേന്ദ്രമാണ്, ഭാവനയുടെ കേന്ദ്രമാണ്, സർഗാത്മകതയുടെ കേന്ദ്രമാണ്. അതുപോലെ കാഴ്ച, കേൾവി, ടേസ്റ്റ്, രുചി, ഇതെല്ലാം, ടേസ്റ്റും രുചി ഒന്നാണ്, ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തോന്നിപ്പിച്ച് തരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രമാണ് സെറിബ്രം. അപ്പൊ ഇതെല്ലാം ഓരോരോ ചോദ്യങ്ങളാണ്. കാഴ്ചയുടെ കേന്ദ്രം ഏതാ, ടേസ്റ്റിന്റെ കേന്ദ്രം ഏതാ, ഭാവനയുടെ കേന്ദ്രം ഏതാ, ഓർമ്മയുടെ കേന്ദ്രം ഏതാ, എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം സെറിബ്രം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. സെറിബെല്ലം, കുഞ്ഞൻ മസ്തിഷ്കം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. PSC അങ്ങനെയൊക്കെയുള്ള ഓമന പേരിലാണ് വിളിക്കുക. കുഞ്ഞൻ മസ്തിഷ്കം അല്ലെങ്കിൽ ലിറ്റിൽ ബ്രെയിൻ. ആള് ചില്ലറക്കാരനല്ല, അടിച്ച് പാമ്പായിട്ട് നടക്കുന്ന ഇതുകൊണ്ടാണ്. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. മദ്യപാന ആസക്തി ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. എന്തുകൊണ്ടാണ് മദ്യപാന ആസക്തി ബാധിക്കുന്നത്? സെറിബെല്ലം വേറൊരു കാര്യം കൂടെ നിയന്ത്രിക്കുന്നുണ്ട്, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസിങ്. ശരീരത്തിന്റെ തുലന നില. 19 കിലോയുള്ള നിങ്ങൾക്ക് 2 കാലയിൽ എങ്ങും പിടിക്കാതെ നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സെറിബെല്ലം ഉള്ളത് കൊണ്ടാണ്. ബാലൻസിങ്. നിങ്ങൾ ഓഫായി, നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ പേശികളുടെ പ്രവർത്തനം, മസിൽസിനെ ഏകോപിപ്പിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐച്ഛിക പ്രവർത്തനങ്ങളൊക്കെ, എനിക്കിപ്പം ഈ കൈ പൊക്കണം, കാല് പൊക്കണം, അതെല്ലാം സെറിബെല്ലമാണ്. പക്ഷെ പൊക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, പൊങ്ങണ്ടായോ?
ഇടയിൽ കോമയിൽ കിടക്കുന്ന ഒരുത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും കൈയും കാലും എടുത്ത് പൊക്കണമെന്ന്, പക്ഷെ പറ്റൂല. കാരണം എന്താ? അങ്ങനെ മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് സെറിബെല്ലമാണ്. നിങ്ങളുടെ സെറിബെല്ലം ആക്റ്റീവ് ആണെങ്കിൽ ഈ കൈ ഇങ്ങോട്ട് പൊക്കണമെങ്കിൽ ഇവിടുത്തെ മസിൽ ഇങ്ങോട്ട് വലിക്കണം. ആ മസിൽ വലിച്ചില്ലെങ്കിൽ പൊങ്ങൂല്ല. സെറിബെല്ലം അവിടെ കിടന്ന് പൊക്കെന്ന് പറഞ്ഞാലും പൊങ്ങൂല്ല. അങ്ങനെ പൊങ്ങണമെങ്കിൽ സെറിബെല്ലം വേണം. അപ്പൊ സെറിബെല്ലമാണ് ഫങ്ഷൻസ് ഓഫ് മസിൽസ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മദ്യപാനാസക്തി അടിച്ച് പാമ്പായി കഴിയുമ്പോൾ അവന്റെ സെറിബെല്ലത്തെ ഇത് കയറി പിടിച്ചേക്കാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മസിൽസ് ഇല്ല. അതുകൊണ്ടാണ് നേരെ നിൽക്കാൻ പറ്റാത്തത്, ആടി 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 നടക്കുന്നത്, നമ്മൾ അവരെ പാമ്പെന്ന് വിളിക്കുന്നതും. അപ്പോൾ സെറിബെല്ലം വളരെ സിമ്പിളാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. മദ്യപാനത്തിന്റെ ആസക്തി ബാധിക്കുന്നത് അവിടെയാണ്. മദ്യപാനാസക്തി അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ബാധിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ഫങ്ഷൻസ് ഓഫ് മസിൽസ്. അതേപോലെ തന്നെ ശരീരത്തിന്റെ തുലന നില നിലനിർത്തുന്നു, ബാലൻസിങ് നിലനിർത്തുന്നു. അപ്പൊ ഇതാണ് സെറിബെല്ലത്തിന്റെ പണി. അപ്പൊ സെറിബെല്ലം ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം മക്കളെ. തലാമസ് കുഞ്ഞനാണ്, വളരെ ചെറിയ ആളാണ്, പക്ഷേ അറിയപ്പെടുന്നത് റിലേ സ്റ്റേഷൻ ഓഫ് ബോഡി എന്നാണ്. ഡേ രാവിലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നല്ല ഉറക്കത്തിലാണെങ്കിൽ ആന കുത്താൻ വന്നാലും നിങ്ങൾ അറിയൂല. നിങ്ങൾ ആരെയും ഒക്കെ തോണ്ടി വിളിക്കുന്നുണ്ട്, ഡേ എഴുന്നേക്കടാ അല്ലെ എഴുന്നേക്കടി എന്നൊക്കെ പല അമ്മയോ അച്ഛനോ ആരെയും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അറിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തലാമസ് ഉള്ളത് കൊണ്ടാണ്. തലാമസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലടേ. അപ്പൊ തലാമസ് എന്തുവാ ചെയ്യുന്നത്? തലാമസ് നിങ്ങളുടെ ഉറക്കത്തെ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുവാണെങ്കിലും നിങ്ങളുടെ ബ്രെയിനിലേക്ക് ധാരാളം സിഗ്നൽസ് വരുന്നുണ്ട്. നിങ്ങളെ അമ്മ വിളിക്കുന്നതും അച്ഛൻ വിളിക്കുന്നതും തട്ടുന്നതും ഈ സിഗ്നൽസ് എല്ലാം നിങ്ങളുടെ സെറിബ്രത്തിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് സെറിബ്രത്തിലോട്ട് എത്താതിരിക്കാൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന ആളാണ് തലാമസ്. തലാമസ് പറയടേ ഇപ്പൊ മുതലാളി ഉറങ്ങിക്കോട്ടെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ആന്റിബോഡികളും ആന്റിബയോട്ടിക്കുകളും പെയിൻ കില്ലറുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ വേദന നിങ്ങൾ അറിയാതിരിക്കണമെങ്കിൽ തലാമസ് വിചാരിച്ചാൽ മതി അവിടുത്തെ. അതുകൊണ്ടാണ് നിങ്ങളെ മയക്കി കിടത്തുമ്പോഴും അല്ലെങ്കിൽ അനസ്തേഷ്യ ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ആ ഒരു ഭാഗം മരവിച്ച് അവിടെ നിന്നുള്ള സിഗ്നൽസ് അവിടേക്ക് എത്തില്ല, സെറിബിലത്തിലേക്ക് എത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്താലും നിങ്ങൾ അറിയില്ല. അപ്പോൾ ഈ ആന്റിബയോട്ടിക്കുകളും പെയിൻ കില്ലറുകളും ആസ്പിരിൻ, മോർഫിൻ പോലെയുള്ള പെയിൻ കില്ലറും ആന്റിബയോട്ടിക്കുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തലാമസിലാണ്. അപ്പൊ തലാമസിലാണ് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തലാമസിനെ നമ്മൾ റിലേ സ്റ്റേഷൻ എന്ന് പറയും. എന്ത് പറയും? റിലേ സ്റ്റേഷൻ. ഉറക്കത്തെ സഹായിക്കുന്നു. ആരാണ്? തലാമസ്. അടുത്തത് ആരാന്ന് നോക്കാം നമുക്ക്. മെഡുല ഒബ്ലോങ്കേറ്റ. വോളണ്ടറി ആക്ഷനെ സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓടണം, ചാടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ യാതൊരു കൺട്രോളിൽ നടക്കാത്ത കാര്യമുണ്ട്. നിങ്ങൾക്ക് 10 മണി മുതൽ 11 മണി വരെ ഹൃദയം ഇടിപ്പിക്കാതെ വെക്കാൻ പറ്റുമോ? കുറച്ച് നേരം എൻ്റെ ഹൃദയം ഇടിക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഞാൻ ശ്വാസം ഒന്നും എടുക്കുന്നില്ല, ശ്വാസകോശത്തെ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു 15 മിനിറ്റ് എൻ്റെ രക്തം എങ്ങോട്ട് ഓടണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഹൃദയം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ വാരി വിഴുങ്ങാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ ഭക്ഷണമൊക്കെ. അത് ഇവിടം വരെ എത്തിക്കാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതിനെ ആമാശയത്തിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ അന്നനാളം ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയൊക്കെ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ്. അത് നിർത്തിവെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ ഇതൊന്നും നമ്മുടെ കൺട്രോൾ. എന്തിന് പറയുന്നു? ഐലിഡ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു 15 മിനിറ്റ് കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല. അപ്പൊ അങ്ങനെ പക്ഷെ ഇതൊക്കെ കൃത്യമായി നടക്കണം. നടന്നില്ലെങ്കിൽ പണി തീരും. അപ്പം കൃത്യമായിട്ട് ഇതൊക്കെ നടക്കണം. നിങ്ങളുടെ ഇൻവോളണ്ടറി ഫങ്ഷൻസിനെ, അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അടുത്തതോ റിഫ്ലക്സ് ആക്ഷൻ. നിങ്ങൾ കാർ ഓടിച്ചോണ്ട് പോവാ, ഒരുത്തൻ പെട്ടെന്ന് കുറുക്ക് ചാടി, നിങ്ങൾ ബ്രേക്ക് ചവിട്ടും. അയ്യോ ഒരുത്തൻ കുറുക്ക് ചാടുന്നു, ഞാൻ ബ്രേക്ക് ചവിട്ടിയേക്കാമെന്ന് 2 മിനിറ്റ് ആലോചിച്ചിട്ടാണോ ചവിട്ടുന്നത്? അല്ല, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിങ്ങൾ ചവിട്ടി കഴിഞ്ഞു, നിങ്ങൾ പോലും അറിയാതെ. ഒരു മുള്ളിൽ ചവിട്ടി ഉടനെ കാല് വലിക്കും. അയ്യോ മുള്ളന്റെ കാലിൽ കൊണ്ടു, കാല് വലിച്ചേക്കാം എന്ന് പറഞ്ഞാണോ നിങ്ങൾ വലിക്കുന്നത്? അല്ല. അപ്പോ ഈ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇതിനെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല അത് നടക്കുന്നത്. ഇപ്പൊ എൻ്റെ മുഖത്തൊരു കൊതു വന്നിരുന്നു, ടപ്പേനെ ഞാൻ അടിക്കും. എന്തുകൊണ്ടാ? അത് കൊതു വന്നിരുന്നു, അടിക്കാൻ പറയാൻ തലച്ചോറിന് അതിനുള്ള സമയമൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല. അത് റിഫ്ലക്സ് ആക്ഷനാണ്. റിഫ്ലക്സ് ആക്ഷനാണ്. സോ ഇത് നമ്മുടെ ശരീരം മുഴുവൻ സുഷുമ്നാനാഡി വഴി, സ്പൈനൽ കോഡ് വഴി ഒരു റിഫ്ലക്സ് ആർക്ക് പോകുന്നുണ്ട്, സെൻട്രൽ റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആർക്ക് വഴിയാണ് ഇതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. വോളണ്ടറി ആക്ഷൻസ് അല്ല, ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഇൻവോളണ്ടറി ആക്ഷൻസിനെ
കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ. ഈ ഇൻവോളണ്ടറി ആക്ഷനും റിഫ്ലക്സ് ആക്ഷനും രണ്ടും രണ്ടാണ് കേട്ടോ. ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ഹൃദയം, ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയം ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എല്ലാവർക്കും റിഫ്ലക്സ് ആർക്ക് വർക്ക് ചെയ്യണമെന്നില്ല ഒരേപോലെ, അല്ലേ? മുള്ളിൽ ചവിട്ടിയാൽ അത് ആ ഒരു സിറ്റുവേഷൻ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് ചോദിച്ചാൽ ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബ്രീത്തിങ് ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, ഐലിഡ് മൂവ്മെന്റ് ഉണ്ട്, പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് ഉണ്ട്. ഇതെല്ലാം റിഫ്ലക്സ് ആക്ഷൻ ആണ്. ഇതൊന്നും നമുക്ക് യാതൊരു കൺട്രോളും അതിനകത്തിൽ ഇല്ല. അപ്പോൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഏറ്റവും കുഴപ്പക്കാരനാണ് യവൻ. ഏറ്റവും കുഴപ്പക്കാരനാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനുഷ്യന്റെ തലച്ചോറിലെ ഏറ്റവും കുഴപ്പക്കാരനായ ആൾ ആരാന്ന് ചോദിച്ചാൽ അത് മിസ്റ്റർ ഹൈപ്പോതലാമസ് ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇച്ചിരി ഉള്ളൂ, പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം തോന്നിപ്പിച്ചു തരുന്ന യവനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോടോ ആവശ്യമില്ലാത്തത്? ത്രസ്റ്റ്, ദാഹം, ഹങ്കർ, വിശപ്പ്, പീസ്, സമാധാനം, സെക്ഷൽ ഡിസയർ, ലൈംഗികാസക്തി, ലവ്, ഏറ്റവും വലിയ പ്രശ്നം, ഹേറ്റ്നെസ്, ഒരാളോട് സ്നേഹം തോന്നുന്നതും വെറുപ്പ് തോന്നുന്നതും ദാഹം തോന്നുന്നതും വിശപ്പ് തോന്നുന്നതും സമാധാനം തോന്നുന്നതും ലൈംഗികാസക്തി തോന്നുന്നതും ഒക്കെ ഹൈപ്പോതലാമസ് ഉള്ളതുകൊണ്ടാണ്. ഈ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിന്റെ വിളിപ്പേര് തന്നെ ലവ് ഹോർമോൺ എന്നാണ്. അത് ഒരു ചോദ്യമായിരുന്നു പണ്ട് PSC ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഓക്സിറ്റോസിൻ. പ്രണയം തോന്നിക്കുന്നത് ഓക്സിറ്റോസിൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ഈ ലവ് ഹോർമോൺ, അല്ലെ, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ഓക്സിറ്റോസിൻ കുത്തിവെക്കും. കാരണം അവരുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് കുറച്ചുകൂടെ ആക്റ്റീവ്, കുഞ്ഞിനോടുള്ള ആ ഒരു ഇത് ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓക്സിറ്റോസിൻ വരെ ചില ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തതാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ എന്താണ്? ഈ വാസോപ്രസിൻ കോമഡിയാണ്. വാസോപ്രസിൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ബാത്റൂമും കൊണ്ട് പോകേണ്ടി വന്നേനെ. വാസോപ്രസിൻ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിക്കുന്ന ജലത്തെ മുഴുവൻ മൂത്രമാക്കി മാറ്റാനുള്ള കഴിവ് ആരുടെ? നമ്മുടെ കിഡ്നിക്കുണ്ട്. അപ്പം കിഡ്നിയോട് പറയാണ് വാസോപ്രസിൻ, അണ്ണാ കുടിക്കുന്ന വെള്ളം എല്ലാം കൂടെ മൂത്രമാക്കി കളയരുത്, ഈ മനുഷ്യന് ജീവിക്കാൻ കുറച്ച് വെള്ളം അതിനകത്ത് വെച്ചേക്കണം. അതായത് കുടിക്കുന്ന ജലത്തെ മുഴുവൻ മൂത്രമാക്കി മാറ്റാതിരിക്കാൻ കിഡ്നിയെ സഹായിക്കുന്നത് വാസോപ്രസിനാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ യൂറിൻ പൊക്കൊണ്ടേയിരിക്കും, ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ വെള്ളം കുടിക്കുക പിടുക്കുക. എവിടെ പോയാലും ബാത്റൂമിനകത്തുള്ളൊരു ജീവിതമായി മാറിയനെ നമ്മുടേത്. അപ്പം അതല്ലാതെ ഇരിക്കുന്നത് ഹൈപ്പോതലാമസ് ഉള്ളത് കൊണ്ടാണ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസോപ്രസിൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വാസോപ്രസിനെ വിളിക്കുന്ന പേര് മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ്. നിങ്ങൾ ചിരിക്കണ്ട, സത്യമാണ്. മൂത്രവിരുദ്ധ ഹോർമോൺ, ആന്റി ഡയറിക് ഹോർമോൺ, ADH. ചിലർക്ക് ഇത് കുറയും, ഈ വാസോപ്രസിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ ADH കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് നമ്മുടെ സാധാരണ ഷുഗർ ആ അസുഖമല്ല, അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് ADH കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആന്റി ഡയോറിക് ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ്. അതെന്ന് പറയുന്നത് വാസോപ്രസിൻ ആണ്. അപ്പോൾ വാസോപ്രസിനെ വിളിക്കുന്ന പേരാണ് ആന്റി ഡയോറിക് ഹോർമോൺ, അല്ലെങ്കിൽ മൂത്രവിരുദ്ധ ഹോർമോൺ. പറഞ്ഞ മനസ്സിലായോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി അടുത്തതാണ് ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ടൽ ലോബിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്പീച്ച് പ്രൊഡക്ഷൻ, നിങ്ങൾക്ക് വാക്കുകൾ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ ഒരു ഭാഗം ആക്റ്റീവ് ആയതുകൊണ്ടാണ്, ബ്രോക്കാസ് ഏരിയ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച് ആണ് വെർണിക്സ് ഏരിയ. അതായത് ഒരാൾ പറയുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് ഡേറ്റ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്, അതിനുള്ള എൻ്റെ ബ്രെയിനിൻ്റെ കഴിവിനെയാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയുമാണ് നമ്മളെ സംസാരിക്കുന്നതിനും അതിൽ നിന്ന് കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ 2 ഭാഗമാണ്. ഇത് രണ്ടും എവിടെയാണുള്ളത്? സെറിബ്രമാണ്. സെറിബ്രമാണല്ലോ കാഴ്ചയും കേൾവിയെയും ഹിയറിങ്ങിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സെറിബ്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഏതൊക്കെ? ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് CVST എന്താണെന്നാണ്. ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. 5 ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ചില കാര്യങ്ങൾ, കുറച്ച് അസുഖങ്ങളൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് തീർക്കാം. അപ്പോൾ CVST, സെറിബ്രസ് വീനസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയും. അതായത് ഒന്നുമില്ല, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കിനെ പറയുന്ന പേരാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ത്രോംബോസിസ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അതിൻ്റെ മുഴുവൻ പേര്, ആധാർ കാർഡിലെ പേര് ചോദിച്ചാൽ സെറിബ്രൽ വേനസ് സൈനസ് ത്രോംബോസിസ്, CVST.
ചിലപ്പോൾ SSC പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കാം, ഫുൾ ഫോം ഒക്കെ അബ്രിവേഷൻ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോൾ. സെറിബ്രൽ വീനസ് സൈനസ് ത്രോംബോസിസ്, CVST എന്ന് പറയും. അപ്പൊ മക്കളെ ഈ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സെറിബ്രൽ ഹെമറേജ് ഒന്നുമില്ല, ഭും പൊട്ടിപ്പോകുന്നു. എന്തോന്ന്? നിങ്ങളുടെ ഈ ബ്ലോക്ക് ഉണ്ടായല്ലോ, അപ്പൊ ഈ ബ്ലോക്ക് എല്ലാം കൂടെ ഉണ്ടായിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെറിബ്രൽ ഹെമറേജ്. സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയും. സെറിബ്രൽ ഹെമറേജ്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് അസുഖങ്ങൾ നമുക്ക് നോക്കാം. തലച്ചോറിനെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേതാണ് അൽഷിമേഴ്സ് ഡിസീസ്. അതായത് നമ്മുടെ തലച്ചോറിലെ ഓർമ്മയുടെ കേന്ദ്രങ്ങളെ നമ്മൾ പറഞ്ഞു സെറിബ്രമാണ് അതിന്റെ പാർട്ടെന്ന് പറഞ്ഞു. സെറിബ്രത്തിലെ ഈ ഓർമ്മയുടെ കേന്ദ്രത്തെ ന്യൂറോണുകളായിട്ടാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോണുകൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ന്യൂറോണുകൾ നശിച്ചു പോകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അൽഷിമേഴ്സ് അല്ലെങ്കിൽ അൽഹൈമേഴ്സ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം. ശരിക്കും അൽഹൈമേഴ്സ് എന്നാണ് അത് നമ്മൾ പറഞ്ഞ് അൽഷിമേഴ്സ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഓർമ്മയുടെ കേന്ദ്രമായിട്ടുള്ള ന്യൂറോണുകൾ ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഓർമ്മയില്ലാതാവും. ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നാകാം, ബാക്കിൽ ഉണ്ടാകും. ചിലർക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളായിരിക്കും അവർ മറന്നു തുടങ്ങി, എന്നിട്ട് അവസാനത്തേക്കുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകും. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്നോ അയാൾ അക്വയർ ചെയ്തിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും എല്ലാം അയാൾ മറന്നു പോയിട്ട് കംപ്ലീറ്റ്ലി അയാൾ എന്താണ് എന്നുള്ള ആ ഒരു ഇതുപോലും അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓർമ്മയുടെ കേന്ദ്രങ്ങൾ, ഓർമ്മയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഓർമ്മ എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതായിരിക്കും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ആയി പോകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അടുത്താണ് പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് സ്റ്റിഫായി പോകുന്ന അസുഖം. അതായത് ഡോപ്പോമൈൻ്റെ കുറവ് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളുടെ മസിൽസ് പെട്ടെന്ന് സ്റ്റിഫായി. ഇപ്പം നിങ്ങൾ ഒരു കപ്പ് ചായ എടുത്തു, നിങ്ങൾക്ക് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അതായത് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ മസിൽസിനെ എന്താണ് പറയുക, പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പിലെപ്സിയും അതുപോലെ തന്നെയാണ്. എപ്പിലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കൺട്രോളിലല്ല നിങ്ങളുടെ മസിൽസ് നിൽക്കുന്നത്. എന്തൊക്കെ നിങ്ങൾ അപ്പം കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപസ്മാരം കുറച്ചൊരു 10-15 മിനിറ്റ് അല്ലെ കുറച്ച് സെക്കൻഡുകളിലേക്ക് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൈകാലിട്ടടിക്കും, താഴെ വീണ് കിടന്നുള്ളൂ. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പിലെപ്സി. അതായത് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ മസിൽസിനേക്ക് യാതൊരു കൺട്രോളും ഇല്ല, എന്തൊക്കെയോ ചെയ്യുന്നു. ഇപ്പം അത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിവിടെ അടങ്ങിയിരിക്കുന്നത്. എനിക്ക് വേണുമ്പോൾ മാത്രം എൻ്റെ കൈ പൊക്കിയാൽ മതി, താത്തിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം അതനുസരിച്ച് എൻ്റെ ശരീരം മൂവ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അത് പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ബ്രെയിൻ എൻ്റെ മസിൽസിലെ കൺട്രോൾ ഇല്ല എങ്കിൽ ആ ഒരു അവസ്ഥയാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അടുത്തൊരു മെനിഞ്ചൈറ്റിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് പാരാലിസിസ് അല്ലെങ്കിൽ തളർവാദം. അതായത് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ മസിൽസിലുള്ള ഫുൾ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കൺട്രോൾ മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയിപ്പോയി. അതായത് നിങ്ങൾക്ക് വലത്തെ കാലോ വലത്തെ കൈയോ നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഫുൾ ലെഫ്റ്റും റൈറ്റും പോവും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളുടെ മസിൽസിലേക്കുള്ള യാതൊരു കൺട്രോളും ഇല്ല. നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ മസിലിൽ യാതൊരു കൺട്രോളും നിങ്ങൾക്കൊന്നും, നിങ്ങളുടെ വിരൽ പോലും നിങ്ങൾക്ക് അനക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയാണ് പാരാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ റാബീസ് ഡിസീസാണ് അടുത്തതുള്ളത്. റാബീസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടി വിഷബാധ എന്നല്ല, വിഷബാധ. ഇതിപ്പോൾ പേപ്പട്ടി തന്നെ ആണോന്നില്ല, പൂച്ച കടിച്ചാലും മതി, എലി കഴിച്ചാലും മതി, എന്തോ ആണോ ഈ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് റാബീസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ റാബീസ് വരുന്ന വ്യക്തിയുടെ ത്രോട്ട്, അയാളുടെ തൊണ്ട ഭയങ്കരമായിട്ട് സ്റ്റിഫാവും, അയാളുടെ വോക്കൽ കോഡ് അടക്കം ഭയങ്കരമായിട്ട് സ്റ്റിഫായി പോകുന്നു. അപ്പോൾ അത് കാരണം ഇയാൾക്ക് ഇത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് അങ്ങ് കോൺട്രാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം ഇയാൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. പക്ഷെ വെള്ളം കുടിക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടാവുകയും എന്നാൽ വെള്ളം കുടിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇവർ ഈ ഒരു വെള്ളം കാണുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഭ്രാന്ത് പോലെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ പറയുന്നത് ഇത് വെള്ളം കാണുമ്പോൾ ഇവർക്ക് അലർജി ആണല്ലോ, അതുകൊണ്ട് അല്ല.
ശരിക്കും പറഞ്ഞാൽ വെള്ളം കാണുമ്പോൾ വെള്ളം വേണ്ടാത്തത് കൊണ്ടല്ല, വെള്ളം കുടിക്കണമെന്ന് ധാരാളമായ ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണ് ആ കാണിക്കുന്നത്. അതിനാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഹൈഡ്രോഫോബിയ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്പൈനൽ കോഡിനേക്ക് നോക്കാം. സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് തുടങ്ങി നമ്മുടെ നട്ടലിനകത്തിൽ കൂടെ പോകുന്ന ഒരു നെർവാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 45 സെൻറ്റിമീറ്റർ ഉള്ള ഒരു നെർവാണ്. 31 ജോഡി നെർവുകൾ അതിനകത്തിലുണ്ട്. അത് തലച്ചോറിനകത്തിൽ കൂടെ പോകുന്നതും സ്പൈനൽ കോഡിനകത്ത്. അപ്പോൾ മൊത്തം 41 ഉണ്ട്, മൊത്തം 43 ഉണ്ട്. അതിൽ 31 ജോഡി നെർവുകൾ മാത്രം നമ്മുടെ വെട്രബിൾ കോളം അല്ലെങ്കിൽ നമ്മുടെ നട്ടലിനകത്തിൽ കൂടെ പോകുന്നു. ഇതാണ് സെൻട്രൽ റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെഡുല്ല ഒബ്ലോംഗാറ്റയാണ് അനൈസ്റ്റിക പ്രവർത്തനങ്ങൾ, ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ റിഫ്ലക്സ് ആക്ഷൻ, കേന്ദ്ര നാഡി വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതും ഈ സ്പൈനൽ കോഡ് ചേർന്നിട്ടാണ്. സ്പൈനൽ കോഡിൽ നിന്ന് പോകുന്ന ഈ നെർവ്സും കൂടെ ചേർന്നിട്ടാണ്. ആ നെർവ്സിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം: സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് ആൻഡ് മിക്സഡ് ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുക്കണം, ബ്രെയിനിലേക്ക് അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു മുള്ളിൽ ചവിട്ടി, അപ്പോൾ ചവിട്ടി എന്നുള്ള ഡേറ്റ അങ്ങോട്ട് പോകണം. ബ്രെയിനിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനെയാണ് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ട് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അപ്പോൾ ബ്രെയിൻ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, കാല് വലിക്കുക അല്ലെങ്കിൽ അത് ചെയ്യും എന്നുള്ളതാണ് മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ പ്രേരക നാഡികൾ എന്ന് പറയുന്നു. അതായത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്നാൽ ഇത് രണ്ടും, ഇപ്പം സെൻസറി ന്യൂറോൺസ് അങ്ങോട്ട് മാത്രമേ അയക്കുകയുള്ളൂ, ഡേറ്റ മെസ്സേജ് അങ്ങോട്ട് മാത്രമേ അയക്കുകയുള്ളൂ, ഇങ്ങോട്ട് വരില്ല. മോട്ടോർ ന്യൂറോൺസ് ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ, അങ്ങോട്ട് കേൾക്കില്ല, അങ്ങോട്ട് മെസ്സേജ് പോവില്ല ബ്രെയിനിലേക്ക്. എന്നാൽ ഇത് 2-വേ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് മിക്സഡ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇതേ പിള്ളേരെ, അപ്പം തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു നോക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കണ്ടിട്ട് ഇതിനകത്ത് നിന്നുള്ള നോട്ടുകൾ ഒക്കെ എഴുതി വെക്കുക. പിന്നെ ഇതിൻ്റെ PPT, ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൊടുക്കാം. വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കൊടുക്കുക. ഇതിൻ്റെ PPT അല്ലെങ്കിൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. PDF-നെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ സൈഡ് നോട്ടായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിലൂടെ കാണാം.